ചന്ദ്രവംശത്തിലെ ഹസ്തിനപുരി രാജാവ് ധൃതരാഷ്ട്രർ അന്ധനായതിനാൽ അദ്ദേഹത്തിന്റെ അനുജൻ പാണ്ഡുവാണ് ഭരണം നിർവഹിച്ചിരുന്നത്. പാണ്ഡുവിന്റെ ദേഹവിയോഗത്തിനുശേഷം ധൃതരാഷ്ട്രപുത്രരായി 101 പേരടങ്ങുന്ന കൗരവരും 5 പേരടങ്ങുന്ന പാണ്ഡവർ എന്നറിയപ്പെടുന്ന പാണ്ഡുപുത്രന്മാരും രാജ്യാധികാരത്തിനുവേണ്ടി തർക്കമായി. രാജനീതിയനുസരിച്ച് എല്ലാറ്റിലും മൂത്തവനായ യുധിഷ്ഠിരനാണ് യുവരാജാവാകാനുള്ള അവകാശമെങ്കിലും ധൃതരാഷ്ട്രപുത്രർ അംഗീകരിച്ചു കൊടുക്കുവാൻ തയ്യാറായില്ല. നികൃഷ്ടവും കുൽസിതവുമായ മാർഗത്തിലൂടെ രാജ്യാവകാശം നേടിയെടുക്കാനുള്ള അവരുടെ ശ്രമം കലാശിച്ചത് വൻ ദുരന്തത്തിലാണ്. കാർത്തിക മാസത്തിൽ, മലയാളത്തിലെ വൃശ്ചിക മാസം, വെളുത്ത ത്രയോദശി നാളിലാണ് 18 ദിവസം നീണ്ടുനിന്ന മഹായുദ്ധം ആരംഭിച്ചത്. 7 ആക്ഷോണി പടകളും 1,03,090 ആനകളും അത്ര തന്നെ രഥങ്ങളും 4,51,270 കുതിരകളും 7,65,450 കാലാളും പാണ്ഡവപക്ഷത്ത് നിലയുറപ്പിച്ചപ്പോൾ എതിരാളികളായ കൗരവപക്ഷത്ത് 11 അക്ഷൗഹിണികളിലായി 2,40,570 ആനകളും അത്ര തന്നെ രഥങ്ങളും 7,21,710 കുതിരകളും 12,02,850 കാലാളും ആണ് നിലയുറപ്പിച്ചത്. എന്നാൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ജീവനോടെ ബാക്കിയായത് പാണ്ഡവപക്ഷത്ത് പ്രധാനമായും 5 പാണ്ഡവരും കൃഷ്ണൻ, സാത്വികി, യുയുത്സു എന്നിവരടക്കം 8 പേരും, കൗരവപക്ഷത്ത് അശ്വത്ഥാമാവ്, കൃപാചാര്യർ, കൃതവർമാവ്, വൃഷകേതു എന്നീ 4 പേരും മാത്രമായിരുന്നു. 5 തലമുറകളിൽപ്പെട്ടവർ മഹാഭാരതയുദ്ധത്തിൽ പങ്കെടുത്തതായി കാണുന്നു. വാൽഹികം എന്ന രാജ്യത്തിലെ രാജാവും ശന്തനു മഹാരാജാവിന്റെ അനുജനും ഭീഷ്മാചാര്യരുടെ ഇളയച്ചനുമായ ബാൽഹികൻ ആയിരുന്നു അതിൽ ഏറ്റവും പ്രായം കൂടിയ യോദ്ധാവ്. യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച് അർജുനപുത്രൻ അഭിമന്യുവിന്റെ വിധോ ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിന് നേർക്കുപോലും ബ്രാഹ്മണനായ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രപ്രയോഗം നടത്തിയിരുന്നു. ഭഗവാൻ കൃഷ്ണൻ തന്റെ പ്രഭാവത്താൽ അസ്ത്രലക്ഷ്യം തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് ചാപിള്ളയാവാതെ ജനിക്കാനിടയായത്. ആ കുഞ്ഞാണ് പിന്നീട് രാജ്യാവകാശിയായി മാറിയ പരീക്ഷിത്ത്. യുദ്ധത്തിൽ വിരാടം, പാഞ്ചാലം, കാശി, മാത്സ്യം, ചേതി, പാണ്ഡ്യം, മഗധം എന്നീ രാജ്യങ്ങൾ പാണ്ഡവപക്ഷത്തും ഹസ്തിനപുരി, അംഗം, സിന്ധ്, അവന്തി, മാഹിഷ്മതി, ഗാന്ധാരം, മാദ്രം, കാംബോജം, പ്രാഗ്ജ്യോതിഷ്, വാൽഹികം എന്നീ രാജ്യങ്ങൾ കൗരവപക്ഷത്തും നിലയുറപ്പിച്ചപ്പോൾ കേകയം, മധുര, ദ്വാരക, വിദർഭ എന്നീ രാജ്യങ്ങൾ അവരുടെ സേനയെ 2 പേർക്കുമായി വീതിച്ചുകൊടുത്തു. 18 ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിൽ പ്രധാന വീരന്മാരുടെ പതനം എപ്രകാരമായിരുന്നു. ഓരോ ദിവസവും ഒരുപാട് യോദ്ധാക്കൾ യുദ്ധഭൂമിയിൽ ജീവൻ വെടിയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. മഹാഭാരതം അതിവിശാലമാണ്. ലക്ഷക്കണക്കിന് വിവരങ്ങളും സംഭവങ്ങളും കാലാതിവർത്തിയായ ധർമാധർമ്മ വിശകലനങ്ങളും മറ്റു പലതും സമൃദ്ധമായി അടങ്ങിയതാണ്. അത് വായിക്കുവാനുള്ള താൽപ്പര്യം ചെറുപ്പം മുതലേ ഉണ്ടാവണം. ആ മഹാസാഗരത്തിൽ നിന്നുള്ള എല്ലാം വിശദമായി നമുക്ക് ഇവിടെ അറിയാം. അടുത്ത കഥയിൽ നമുക്ക് യുദ്ധം മുഴുവനായും കേൾക്കാം. 1-ാം ദിവസം മുതൽ 18 ദിവസം നീണ്ടുനിന്ന് അതിഘോരമായ കുരുക്ഷേത്ര യുദ്ധത്തിന് അവസാനം സർവനാശം മാത്രമാണ് ഉണ്ടായതെന്നു വ്യാസ് മുനി എഴുതി വച്ചിരിക്കുന്നു.